എന്നെ കാണുന്ന ഒരു ഈശ്വരനില്ല, എന്നെ നിയന്ത്രിക്കുന്ന ഒരു ദൈവമില്ല, എന്റെ പ്രവൃത്തിയെ ചോദ്യം ചെയ്യുന്ന ഒരു ശക്തിയില്ല, മതം എനിക്ക് ആവശ്യമില്ല, മൂല്യങ്ങൾ എനിക്ക് ആവശ്യമില്ല എന്ന് വിശ്വസിച്ച നാട് നന്നാകുകയാണോ ചെയ്യുക, നാട് കേടുവരികയാണോ ചെയ്യുക? ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിരീശ്വരവാദം ഒരാളെ പഠിപ്പിച്ചാൽ അയാൾ ഇങ്ങനെ നന്നാകുകയാണോ ചെയ്യുക, കേടുവരികയാണോ ചെയ്യുക? ചിന്തിക്കണേ, ആലോചിക്കണം, ഓരോരുത്തരും ചിന്തിക്കണം. ഉദാഹരണം, ഇവിടെ തന്നെ ഇതുപോലെ ഒരു സ്പീച്ചിങ് സ്റ്റാൻഡ് ഇട്ടു. ഞാനൊരു ദൈവവിശ്വാസി, മറുഭാഗത്തൊരു നിരീശ്വരവാദി. അയാൾ ഇങ്ങനെ ദൈവമില്ല, മതമില്ല, മൂല്യമല്ല, മനുഷ്യർ മരണത്തിന് ശേഷം ഒരു ജീവിതമല്ല, എങ്ങനെയാവാം എന്ന് അയാൾ അവിടുന്ന് പ്രസംഗിക്കും. ഞാനാവട്ടെ മതമുണ്ട്, ദൈവമുണ്ട്, ജീവിതത്തിൽ ലക്ഷ്യമുണ്ട്, ധർമ്മമുണ്ട്, നന്മ പാലിക്കണം എന്നൊക്കെ പ്രസംഗിക്കും. ഈ രണ്ട് പ്രസംഗങ്ങളിൽ ആരുടെ പ്രസംഗമാണ് സമൂഹത്തിൽ നന്മ ഉണ്ടാക്കുക, ആരുടെ പ്രസംഗമാണ് സമൂഹത്തിൽ തിന്മയുണ്ടാക്കുക? ആലോചിക്കേണ്ടതാണ്. നമ്മളൊക്കെ മഹാവിഡ്ഢികളായി പോരുത്. ജീവിതം ഒന്നേ ഉള്ളൂ ദുനിയാവിൽ, ആഖിറത്തിലാണ് പിന്നെ അതിന്റെ റിസൾട്ട്. മരണാനന്തര ജീവിതത്തിലാണ് അതിന്റെ റിസൾട്ട്. ഏതൊരു കാര്യത്തിനും ഒരു റിസൾട്ട് ഇല്ലേ? ഇലക്ഷൻ കഴിഞ്ഞു, വോട്ടെണ്ണം കാത്തിക്ക, എല്ലാരും വോട്ട് ചെയ്തു, എണ്ണൂല, പിന്നെ എന്തിനാ ഇലക്ഷൻ? വളരെ ചെറിയൊരു ഉദാഹരണം. കമ്മ്യൂണിസ്റ്റുകാർ മത്സരിച്ചു, കോൺഗ്രസ് മത്സരിച്ചു, BJP മത്സരിച്ചു, പഞ്ചായത്തിലും ഗ്രാമപഞ്ചായത്തിലും ഒക്കെ മത്സരിച്ചു. പക്ഷെ വോട്ട് ചെയ്യാം, ആരുടെ വോട്ട് എണ്ണൂല, ആര് ജയിച്ചു തോറ്റു അതൊന്നും ഉണ്ടാവില്ല. പിന്നെ എന്തിനാ ഈ പോളിംഗ് ബൂത്ത്? പിന്നെ എന്തിനാ വെറുതെ മഷി വരേണ്ടത്? ഇതുമേല് ആവശ്യമുണ്ടോ? ഇല്ലല്ലേ? അപ്പൊ എന്തിനൊരു റിസൾട്ട്? SLC പരീക്ഷ കഴിഞ്ഞു, ഇനി മോളെ റിസൾട്ട് വരട്ടെ. റിസൾട്ട് ഒന്നുമില്ല അച്ഛാ, എന്ത് റിസൾട്ട്? അങ്ങനെ പറഞ്ഞാൽ ജീവിതം നമ്മളിവിടെ 60 കൊല്ലം ജീവിച്ച് ആ പരീക്ഷ പൂർത്തിയാക്കി, 60 കൊല്ലം കഴിഞ്ഞ് ഇവിടുന്ന് വിട പറയാണ്, അതിന്റെ റിസൾട്ട് കിട്ടും. റിസൾട്ട് ഒന്നുമില്ല. അപ്പോ മരണം വരെയുള്ളതിനൊക്കെ റിസൾട്ട്, ജീവിതത്തിന് പിന്നെ റിസൾട്ട് ഇല്ല. ഇതെന്ത് ബുദ്ധി എന്നാണ് ഞങ്ങളോട് ചോദിക്കുന്നത്. എന്റെ ബുദ്ധിയിലൊന്നും ഞാൻ ചോദിക്കുകയാണ്, ഇതെന്ത് ബുദ്ധിയേ? എന്താ ഈ ബുദ്ധി? അതുകൊണ്ട് തന്നെ ഗൗരവമായി ആലോചിക്കേണ്ട ഒരു ചോദ്യം. ഇനി നിങ്ങൾ ആലോചിച്ചേ, നമ്മളൊക്കെ ഇല്ലാത്തൊരു കാലഘട്ടം കഴിഞ്ഞിട്ടില്ലേ? ഓരോരുത്തരുടെ പ്രായം ഒന്ന് അളന്നെടുത്തേ, ഓരോരുത്തരുടെ പ്രായം ഒന്ന് അളന്ന് ചിട്ടപ്പെടുത്തിയെടുത്തേ. ഈ പ്രായത്തിന് മുമ്പ് ഞാൻ പറഞ്ഞു, എനിക്ക് 39 വയസ്സായി. 39 കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാനില്ല. എന്നെ സൃഷ്ടിച്ച് പരിപാലിച്ച പടച്ചോൻ പറയാണ്, നിന്നെ ഞാൻ വീണ്ടും സൃഷ്ടിക്കും. ഞാൻ എങ്ങനെ നിഷേധിക്കും? എടോ, ഞാനില്ലാത്തൊരവസ്ഥയിൽ എന്നെ സൃഷ്ടിച്ച പടച്ചോൻ വീണ്ടും സൃഷ്ടിക്കും എന്ന് പറയുമ്പോ അതുണ്ടാവില്ല എന്ന് പറയാൻ മനുഷ്യബുദ്ധിക്ക് എങ്ങനെ സാധിക്കുന്നത്? ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ചിട്ട് പിന്നെ അതിൽ നിന്ന് മറ്റൊരു സൃഷ്ടി ഉണ്ടാവില്ല. കാട്ടു പോയിട്ട് ഒരു മരം വെട്ടിക്കൊണ്ടുവന്ന് ഈർച്ചമില്ലിൽ വെച്ച് ഈർന്ന് പാകപ്പെടുത്തി ഈ സ്പീച്ച് സ്റ്റാൻഡ് ഉണ്ടാക്കി, അല്ല ഇവിടുത്തെ ടേബിൾ ഉണ്ടാക്കി. ഈ ടേബിൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിന്റെ ആണി അയച്ചെടുത്ത് അതിനെ പിന്നെ റീഫിറ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് പറയൽ ബുദ്ധിയാണോ? മരമായിരുന്ന കാട്ടില് അവിടുന്ന് മുറിച്ചുകൊണ്ടുവന്ന് എന്നിട്ടത് മില്ല് കൊണ്ടുപോയി പാകമാക്കി മുറിച്ചു. എന്നിട്ട് ഈർച്ചവാള് വെച്ച് ഈർന്ന് ആവശ്യമായി ഇഞ്ച് കണക്കാക്കി അതിനെ രൂപപ്പെടുത്തി. പിന്നെ ഉളി കൊണ്ടത് പാകപ്പെടുത്തി നെട്ടും ബോൾട്ടിട്ട് ഉറപ്പിച്ച് ആ നെട്ടും ബോൾട്ട് അയച്ചു വെച്ചിട്ട് അതിനെ റീഫിറ്റ് ചെയ്യാൻ പിന്നെ കഴിയില്ല എന്ന് പറയൽ ബുദ്ധിയാണോ മന്ദബുദ്ധിയാണോ? ഒരു ചോദ്യം. അവിടെയാണ് മതം മനുഷ്യനോട്, ഇപ്പൊ നിങ്ങൾ എന്താ ആളുകളെ കൊല്ലാൻ കത്തിയെടുക്കാൻ കഴിയാത്തോണ്ടല്ല നമ്മുടെ കയ്യിൽ, ആളുകളെ കൊല്ലാൻ പാടില്ലെന്ന് ഇസ്ലാം പറഞ്ഞു, പടച്ചോൻ പറഞ്ഞു, അന്യായമായി മനുഷ്യരെ കൊല്ലരുത് എന്ന് മതം പറയുന്നു. ജീവിതത്തിൽ ഏതേത് നിമിഷത്തിലും പടച്ച തമ്പുരാൻ എന്നെ കാണുന്നു എന്ന ബോധം, സാക്ഷാൽ ദൈവം എനിക്ക് വായു നൽകിയ, എനിക്ക് വെള്ളം നൽകിയ, എനിക്ക് അനുഗ്രഹങ്ങൾ നൽകിയ, എന്റെ എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്ന സർവാധിപതിയായ സർവ്വലോകങ്ങളുടെയും തമ്പുരാനായ അല്ലാഹു എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന ബോധം